തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ അവിട്ടം തരമായിട്ട് അമ്മാവൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. ചേട്ടായിയുടെ അമ്മാവനാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് അങ്ങോട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും അവിട്ടം ദിനം എപ്പോഴും അമ്മാവൻ്റെ വീട്ടിലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയില്ലെങ്കിൽ എന്തായാലും അവിട്ടം ദിനത്തിൽ അമ്മാവൻ്റെ വീട്ടിലേക്കാണ് വരിക. അപ്പോൾ ഇന്ന് അവിടെ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അമ്മാവൻ്റെ മോനും മോളും വന്നിട്ടുണ്ട്. മോൻ ട്രിവാൻഡ്രത്താണ്, മോള് കുറച്ച് എടവണ്ണപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ചേച്ചി ഇന്നലെ തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരം എത്തി. അപ്പോൾ ഇത് അമ്മ പായസം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടോ അമ്മാവൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി പോയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഫുഡൊക്കെ എന്തായാലും ഏകദേശം ഉണ്ടാക്കി. ഇത് ചമ്മന്തിക്കുള്ളതാണ്, ബിരിയാണിക്ക് വേണ്ടിയുള്ള ചമ്മന്തി. അപ്പോൾ ഞാൻ ഈ പാത്രം തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കഞ്ഞിയായിരുന്നു. അമ്മയാണ് ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഫുഡൊക്കെ മേക്ക് ചെയ്യുന്ന അമ്മ തന്നെയാണ്. അപ്പോൾ കുട്ടൂസൻ അമ്മാവൻ്റെ വണ്ടി കയറി പോയിട്ട് എന്തോ കോയിൻസ് എടുത്തിട്ട് അവനിങ്ങനെ പോക്കറ്റും പോത്തി പിടിച്ച് നടക്കുവാണ്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ അവൻ ഓടുകയാണ് കേട്ടോ. കുഞ്ഞനും പിന്നെ ചേച്ചിയുടെ മക്കളുണ്ട്, 2 പേര്, 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവിടെ എല്ലാവരും കൂടെ ഭയങ്കര കളിയാണ്. ഇതാണ് ചേച്ചി വീഡിയോ എടുക്കുമ്പോൾ അയ്യോ വേണ്ടാന്ന് പറയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിനുവായിട്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് സിനുവായിട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സിനുവായിട്ട് ഇതാ നമ്മുടെ ദം പൊട്ടിച്ചു. അപ്പോൾ അത്യാവശ്യം കളറില്ലാത്ത ബിരിയാണിയാണ്. മക്കൾക്ക് യെല്ലോ കളറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അധികം കളറൊന്നും ഇടാതെ ലൈറ്റായിട്ടൊരു ബിരിയാണി, എന്നാലും അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായത് പൊട്ടിച്ചാണ് അടിയിൽ ഇല വെച്ചിട്ട് അതിൻ്റെ അടിയിലേക്കാണ് നമ്മൾ ഗ്രേവിയും ചിക്കനൊക്കെ ഉള്ളത്. അപ്പോൾ നെയ്യ് ഒഴിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കുറേ വന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നെ വലിയ ആളുകളൊന്നുമില്ല, സാധാരണ വല്യമ്മയൊക്കെ ഉണ്ടാവും, വല്യമ്മയും അവരുടെ പിള്ളേരൊക്കെ ഉണ്ടാവുന്നതാണ്. ഇത്തവണ അവർ ഇവിടെ ഇല്ല, അവർ പാലക്കാട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഒരു കല്യാണമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ ഞങ്ങളും അത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളും അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ സിനുവായിട്ട് അതിൽ നിന്ന് റൈസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, 2 ഗ്രേവിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. വലിയ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ, 10-12 ആയിട്ടുള്ളൂ. ഞങ്ങളൊരു 1:30 ആകുമ്പോഴേ ഫുഡ് കഴിക്കത്തുള്ളൂ കേട്ടോ. അതുവരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കും. പിന്നെ ഈ അടപ്രഥമനാണ് പായസം വെക്കുന്നത് കേട്ടോ. എല്ലാ ഓണത്തിനും എനിക്ക് തോന്നുന്നു ഞാൻ കുറേ പായസങ്ങൾ മറന്നു പോയിട്ടുണ്ട്. കാരണം ഇന്ന് എവിടെ പോയാലും അടപ്രഥമ മാത്രമേ ഉള്ളൂ. എനിക്ക് ചെറുപയർ പായസം ഭയങ്കര ഇഷ്ടമാണ്, കടലപ്രഥമൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ പിന്നെ പഴം പ്രഥമൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, കാരണം എല്ലാവരും ഇൻസ്റ്റൻറ്റ് അടയായതുകൊണ്ട് ഏറ്റവും എളുപ്പം ഇത്രയും സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന അടയാണല്ലോ. അതുകൊണ്ട് എല്ലാവരും അട ഫോക്കസ് ചെയ്ത് പോവുകയാണ്. പക്ഷേ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ അമ്മ കടലപ്രഥമൻ, അടപ്രഥമൻ അങ്ങനെ സമയമെടുത്ത് ചെയ്യും. എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഫുള്ളും അമ്മ ഇതിന് വേണ്ടി സമയം ചിലവഴിച്ചിട്ടുണ്ട്. എനിക്കറിയാം, പക്ഷെ ഞാൻ ഒരു ഹെൽപ്പും ചെയ്തു കൊടുത്തിട്ടില്ല ഇന്നേ വരെ കേട്ടോ. എന്തെങ്കിലും തേങ്ങ ചെറുതാനൊക്കെ പറഞ്ഞാൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അമ്മ അതിന് വേണ്ടി കുത്തിയിരുന്ന ഒരു ദിവസം മുഴുവൻ ഉറങ്ങാതെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എല്ലാ ട്രെൻഡൊക്കെ മാറുകയല്ലോ. ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് എല്ലാ സാധനം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് എല്ലാം എളുപ്പമാണ്. ഇതാ ഞങ്ങളുടെ ചിക്കനൊക്കെ റെഡിയായി, റൈസൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരുടെ ഓണമൊക്കെ എങ്ങനെയാണ്? എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കുമോ അതോ പുറത്ത് പോയി കഴിക്കുമോ, ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങി കഴിക്കുമോ, എങ്ങനെയൊക്കെയാണ്? എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ്, എല്ലാവരുടെ അടുത്തും പോയി അവിടെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കി. എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ വയറ് നിറയെ തിന്നും കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുട്ടൂസൻ പാത്രം എടുത്ത് ടേബിളിൽ ഭയങ്കര തട്ടുണ്ടാക്കുക. അപ്പം ചീത്ത പറഞ്ഞാൽ ആൾ കേൾക്കൂല, ചീത്ത പറഞ്ഞാൽ കൂടുതൽ ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ കുഞ്ഞൂസ് ബിരിയാണി വെച്ചു. അവന് ചിക്കനൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു അവൻ നിവേദിത വിദ്യാപീഠം സ്കൂളിലാണ്, അപ്പോൾ അവിടെ നോൺ വെജ് ഒന്നും അലോഡല്ല. അപ്പോൾ വെജിറ്റേറിയൻ മാത്രമല്ല. എനിക്ക് അവിടെ നിന്ന് കഴിച്ച് അവനിപ്പോൾ നോൺ വെജിനോടൊന്നും വലിയ താല്പര്യമില്ല. മീനും മുട്ടയും ഇറച്ചി ഒന്നും അങ്ങനെ തിന്നുന്നില്ല. ഞാൻ വഴക്ക് പറഞ്ഞാലും വേണ്ട, അത് നോ പറയുകയാണ് ആൾ, വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയാണ്.
അമ്മാവൻ എന്നിട്ട് അതിൻ്റെ കൂടെ അത് കഴിക്കുന്നതാണ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ അമ്മാവൻ കൊടുത്ത് അവനെ വേണ്ട പറയാണ്. അപ്പോൾ അമ്മാവൻ പറയാം എന്നാൽ വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മാവൻ വിട്ടു. കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് സർലാസൊക്കെ ഉണ്ടാക്കി. നല്ല അടിപൊളി ചമ്മന്തി ആയിരുന്നു കേട്ടോ. ചമ്മന്തി മതി ബിരിയാണി കഴിക്കാൻ, അടിപൊളിയായിരുന്നു. അങ്ങനെ പിള്ളേരിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടൂസൻ എപ്പോഴും അവന് വാരി കൊടുക്കുന്നതിനേക്കാൾ അവൻ ഒറ്റയ്ക്ക് തിന്നാനാണ്. അവൻ എത്തുന്നു പോലും ഇല്ല അത് ഇങ്ങനെ തിന്നാനായിട്ട്. പിന്നെ ആ കുഞ്ഞുവിന് സാമ്പാർ മതി ബിരിയാണിയുടെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് ഇന്നലത്തെ സാമ്പാർ തിരുവോണത്തിൻ്റെ ഉണ്ടാക്കിയത് വറുത്തരച്ച സാമ്പാറാട്ടോ, കേടൊന്നും വരാത്തതാ. അപ്പോൾ അത് കൊണ്ടുവന്നു. അപ്പോൾ കുഞ്ഞൂസ് അതിരുന്ന് തിന്നുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയും സാമ്പാറും കോമ്പിനേഷൻ ആദ്യമായിട്ടാട്ടോ ഞാൻ പോകുന്നത്. കുഞ്ഞ് അതൊക്കെ കഴിച്ചോളും. അങ്ങനെ എല്ലാവരും കഴിച്ചതാ. ഇതാണ് നല്ല അത്യാവശ്യം നല്ല ഗ്രേവിയൊക്കെ ഉള്ള അത്യാവശ്യം നല്ല റൈസും ചിക്കനും ആയിരുന്നു. അപ്പോൾ അമ്മ കുഞ്ഞിനെ കഴിക്കാൻ എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ചേട്ടായിക്ക് വിശപ്പൊന്നും പറഞ്ഞ ചേട്ടായി പാത്രമൊക്കെ എടുത്തു. അവസാനം ഞാനും കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് കഴിക്കുന്നില്ല. അപ്പോൾ ചേച്ചി കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശന്നപ്പോൾ എടുത്ത് വേഗം കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കിനി വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുട്ടൂസിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ അവന് വാരി കൊടുക്കാൻ നോക്കുക. പക്ഷേ അവൻ വെറുതെ തമാശയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുറേ കുടിച്ചു. ചേച്ചി എന്നിട്ട് പോകാൻ ഇറങ്ങുക കേട്ടോ. ഇന്ന് ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേച്ചി ഇനി അവിടെ പോയിട്ട് വേണം. അപ്പോൾ ഇനി അതിൻ്റെ പുറകെ ഞങ്ങളും ഇറങ്ങും. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. ഇപ്പോൾ കുഞ്ഞിനൊക്കെ ഭയങ്കര വിഷമമാണ് പോണ കണ്ടിട്ട്. അതിൻ്റെ ഇടയിൽ ചെത്തിൻ്റെ ഇടയിൽ ചാച്ചനും വന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. ചാച്ചൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോവുള്ളൂ. ചാച്ചന് ഫുൾ ടൈം നിൽക്കാൻ പറ്റില്ലല്ലോ, തെങ്ങേറ്റായതുകൊണ്ട് വേഗം വന്നിട്ട് വേഗം പോകും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രേ ഉള്ളൂ. അവരും പോകുന്നതിന് പുറകെ ഞങ്ങളും വീട്ടിലേക്ക് പോകും. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.